Hello, good morning. Welcome to Learning Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കീം PYQ 2023 ക്വസ്റ്റ്യനിൽ ഉണ്ടാവുന്ന ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പാർട്ട് 3 ആണ്. അതായത് നമ്മൾ രണ്ട് പാർട്ട് ഓൾറെഡി 20 ക്വസ്റ്റ്യൻസ് രണ്ട് പാർട്ടുകളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മൂന്നാമത്തെ പാർട്ടാണ്. ഇതിൽ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. First one നോക്കൂ. An average frictional force of 80 Newton is required to stoop an object at a distance of 25 meter. 25 മീറ്ററിൽ ഒരു ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രത്തോളം വേണം? ആവറേജ് ആയിട്ടുള്ളത് ഒരു 80 ന്യൂട്ടൺ ആവശ്യമുണ്ട്. അതിന്റെ ഒരു ഇനിഷ്യൽ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഒബ്ജക്റ്റിന്റെ ഇനിഷ്യൽ സ്പീഡ് എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ മാസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ആ ഒരു ഇനിഷ്യൽ സ്പീഡും തന്നിട്ടുണ്ട്. സോ മാസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഓപ്ഷൻ ഇ 10 kg ആണ് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിന്റെ മാസ് ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് സോൾവ് ചെയ്യണത്? നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് ഉണ്ട് അല്ലെ, നമ്മൾ 2-3 ഇക്വേഷൻസ് ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ ഒരു സ്പീഡ് വെലോസിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഫസ്റ്റ് നമുക്ക് എന്തെടുക്കാം? v² - u² = 2as എന്നുള്ള ഇക്വേഷൻ എടുക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇനിഷ്യൽ സ്പീഡും ഫൈനൽ സ്പീഡും അറിയാം, അതുപോലെ തന്നെ ഡിസ്റ്റൻസും അറിയാം, ആക്സിലറേഷൻ കണ്ടുപിടിക്കാമല്ലോ. സോ a is equal to v² - u² / 2s ആണ്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? v തന്നിട്ടുണ്ട്, v 0 ആണ്, ഇനിഷ്യൽ സ്പീഡ് 20, അതായത് ഫൈനൽ സ്പീഡ് 0യും ഇനിഷ്യൽ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡും ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 മീറ്ററും അതുപോലെ തന്നെ ഫോഴ്സ് 80 ന്യൂട്ടണും നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ v² - u² by 2s ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് a കണ്ടുപിടിക്കാം. So that is equal to v² എന്ന് പറയുന്നത് 0 - 20² by 2 into 25 which is equal to -400 by 50 ആണ്. അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത് -8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയാം, F is equal to m into a, അതായത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. നമുക്ക് ഫോഴ്സ് എന്താണ് തന്നിട്ടുണ്ട്? ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് m is equal to ഫോഴ്സ് ബൈ ആക്സിലറേഷൻ ആണ്. സോ ഫോഴ്സ് എത്രയാണ്? 80 ന്യൂട്ടൺ ആണ്, ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 8 ആണ്. സോ ഡിവൈഡഡ് ബൈ 8 is equal to 10. നമുക്കൊരു -8 ആണ് അല്ലെ, പക്ഷെ നമ്മൾ മാസിന്റെ കാര്യത്തിൽ നമ്മൾ മൈനസ് സൈൻ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യില്ല. സോ 10 kg ആണ് നമുക്ക് വരുന്ന ആ ഒരു ഒബ്ജക്റ്റിന്റെ മാസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. എ മെറ്റൽ വയർ ഓഫ് നാച്ചുറൽ ലെങ്ത് 50 cm ആൻഡ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ 4 mm² ഈസ് ഫിക്സ്ഡ് അറ്റ് വൺ എൻഡ്. ഒരു മെറ്റൽ വയറിന്റെ ലെങ്ത് 50 cm ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയാണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു മാസ് 2.4 kg മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ അതിൽ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. അതർ എൻഡ് ഓഫ് ദ വയറിൽ ഒരു വയർ ഫിക്സ് ചെയ്തിരിക്കുകയാണ്, ഒരു എൻഡിൽ നമ്മളത് ഹാങ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ആ ഒരു വയറിന്റെ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 1.8 × 10⁻⁻4 ജൂൾ എന്നുള്ളത് പൊട്ടൻഷ്യൽ എനർജി, എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യങ്സ് മോഡുലസ്, അതായത് y എന്നുള്ള ടേം എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? g is equal to 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ള രീതിയിൽ എടുക്കാനാണ്. അതായത് ഗ്രാവിറ്റേഷൻ ഡ്യൂ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് g ആയിട്ട് 10 ആയിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആൻസർ എത്രയാണെന്ന് ചോദിച്ചാൽ e ആണ് ആൻസർ. 2 × 10⁻11 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. അപ്പൊ ഇത് നമ്മൾ കുറച്ച് സ്റ്റെപ്പ് ആയിട്ടാണ്, കുറച്ച് കാര്യങ്ങളായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് എന്തൊക്കെ തന്നിരിക്കുന്നത് നോക്കാം. ലെങ്ത് തന്നിട്ടുണ്ട്, അതുപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ തന്നിട്ടുണ്ട്, ദെൻ മാസ് ഓഫ് ദ ഒബ്ജക്ട് തന്നിട്ടുണ്ട്, u എന്ന് പറയുന്നത് എന്താണ്? എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്, അത് തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ g നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമ്മൾ എടുക്കാനുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ആ ഒരു വയറിന്റെ ടെൻഷൻ കണ്ടുപിടിക്കാം. സോ T is equal to എന്താണ്? m × g ആണ്. m നമുക്കറിയാം 2.4, g എന്ന് പറയുന്നത് 10 ആണ്. സോ 2.4 × 10 that is equal to 24 ന്യൂട്ടൺ ആണ് എനിക്ക് കിട്ടുന്ന ടെൻഷൻ എന്ന് പറയുന്നത് ആ ഒരു വയറിന്. ടെൻഷൻ കിട്ടിയാൽ നമുക്ക് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് ഇക്വേഷൻ? സ്ട്രെസ് is equal to ടെൻഷൻ ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്, a ആണ്. സോ ടെൻഷൻ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്? 24 ആണ്, ഡിവൈഡഡ് ബൈ a എന്ന് പറയുന്നത് എത്രയാണ്? 4 മില്ലിമീറ്റർ ആണ്. അപ്പൊ 4 × 10⁻⁻6 എന്ന് എടുക്കണം നമ്മൾ. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു 6 × 10⁻6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്തില്ലേ? ഇനി സ്ട്രെയിനിന്റെ ഇക്വേഷൻ എന്താണ്? സ്ട്രെയിൻ വിച്ച് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ്. നമുക്ക് ഇതിൽ യങ്സ് മോഡുലസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് യങ്സ് മോഡുലസും അറിയില്ല, സ്ട്രെയിനും അറിയില്ല, സ്ട്രെസ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. സോ നമുക്ക് ഇനി വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. എന്താണ്?
പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട്, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഇക്വേഷൻ ഫോർ ദ പൊട്ടൻഷ്യൽ എനർജി U is equal to 1/2 stress into strain into volume എന്നാണ്. അപ്പൊ ഈ ഒരു സ്ട്രെയിനിന് പകരം നമുക്ക് ഇൻ ടേംസ് ഓഫ് സ്ട്രെസ്സിൽ എഴുതുകയാണെങ്കിൽ 1/2 സ്ട്രെസ് ഇൻറ്റു സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ഇൻറ്റു വോളിയം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വോളിയത്തിനുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് ബാക്കി എല്ലാ ടേംസും നമുക്കറിയാം. യു അറിയാം, സ്ട്രെസ് എന്താണെന്നറിയാം, വോളിയത്തിനുള്ള പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്, ലെങ്ത്തും ക്രോസ് സെക്ഷണൽ ഏരിയയും നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാം, y is equal to, അതായത് ഈ y നെ ഞാൻ ജസ്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് u ഡിവിഷനിലേക്ക് വന്നു. എന്ത് വരും, 1/2 ഇൻറ്റു സ്ട്രെസ് എന്ന് പറയുമ്പോൾ സ്ട്രെസ് സ്ക്വയർ ഇൻറ്റു വോളിയം ബൈ u എന്ന് വരും. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ, 1/2 സ്ട്രെസ് അത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, അതേ സ്ക്വയർ ഇൻറ്റു വോളിയം എന്ന് പറയുമ്പോൾ എന്താണ്, ലെങ്ത്തും ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അപ്പോൾ 0.5 ഇൻറ്റു 4 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ പൊട്ടൻഷ്യൽ എനർജി 1.8 ഇൻറ്റു 10⁻⁻4 ആണ്. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ് 2 into 10⁻11 meter per square, Newton per meter square ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെ ടേംസ് നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ളത് ആദ്യം ഫൈൻഡ് ചെയ്യണം. ദെൻ എന്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കണം. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻസിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി, ലെങ്ത്, ക്രോസ് സെക്ഷണൽ ഏരിയ, സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇക്വേഷൻസ് ആദ്യം തന്നെ നമ്മൾ അറിയണം. ഓക്കെ, ആദ്യം നമ്മൾ ടെൻഷൻ കണ്ടുപിടിച്ചു, ആ ടെൻഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്ട്രെസ് കണ്ടുപിടിച്ചു, ദെൻ സ്ട്രെയിനുള്ള ഇക്വേഷൻ, ദെൻ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. ഈസിയാണ്, പക്ഷെ നമുക്ക് ഇക്വേഷൻസ് ആ ഒരു കറസ്പോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ഏതൊക്കെ ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയണം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫ്രിക്ഷൻ. അപ്പൊ ഫ്രിക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ. ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ എന്താണ്, അതിന്റെ കാരണങ്ങൾ എന്താണ്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ താഴെ തന്നിരിക്കുന്നതിൽ ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഫ്രിക്ഷനെ ബേസ് ചെയ്തെന്ന് പറയുമ്പോൾ ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് നമുക്ക് ഇൻകറക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. എന്താണെന്ന് നോക്കൂ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഫോഴ്സ് ഈസ് ഓൾവേസ് ഈക്വൽ ടു μn. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുമോ എപ്പോഴും μn ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വേറെ ഇതിൽ തന്നിരിക്കുന്ന μ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും n എന്ന് പറയുന്നത് നോർമൽ ഫോഴ്സും ആണ്. അപ്പോൾ ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഈക്വൽ ടു μn ആണെന്ന് പറയാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് എ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി ഫ്രിക്ഷൻ. ഓപ്ഷൻ എ ആണ് നമുക്ക് തന്നിരിക്കുന്നത് റൈറ്റ് ആയിട്ട്, അതായത് ഇൻകറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പൊ എന്താണ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ സർഫേസ് that are in contact when they move past each other. രണ്ടും മൂവ് ചെയ്യുമ്പോൾ ഒരു സർഫേസ് ഓഫർ ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഫ്രിക്ഷൻ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു ട്രാക്ഷൻ പ്രൊവൈഡ് ചെയ്യാണ്, അതായത് സ്ലിപ്പ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് വാക്ക് ചെയ്യാനോ അതിനൊക്കെ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്രാക്ഷൻ ആണ് ഫ്രിക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഒരുപാട് കേസസിൽ നമുക്ക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് വളരെ ഹെൽപ്പാണ്. അതായത് എന്തൊക്കെയാണ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു സർഫസിലൂടെ നടക്കുമ്പോൾ നമുക്ക് അത് വഴുക്കാതെ നമ്മളൊരു നോർമൽ ഇതിൽ പോകുന്നത് ആ ഒരു ഫ്രിക്ഷൻ കാരണമാണ്. ഇപ്പൊ വണ്ടികൾ മൂവ് ചെയ്യുന്നത്, ആ ഒരു ടയർ അതിലിങ്ങനെ റൊട്ടേറ്റ് ആയി പോകുന്നത്, അതൊരു ഫ്രിക്ഷൻ ആണ്. ഇപ്പൊ സ്ലൈഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ആ ഒരു പാർക്കുകളിലൊക്കെ സ്ലൈഡിങ് ഉണ്ടാവില്ല, അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ ഒരു വണ്ടികൾ നമ്മൾ സ്ലാങ് ആയിട്ടുള്ള ഒരു പൊസിഷനിലൂടെ വരുമ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ ഒരു ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് ആണ് നമുക്ക് കൂടുതൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ കൂടുതൽ ഇഷ്യൂസ് ഇല്ലാതെ നമുക്ക് നോർമൽ ആയിട്ട് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് പോകുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാരണം. ഓക്കെ, അപ്പൊ എന്താണ് ഫ്രിക്ഷൻ, വാട്ട് കോസസ് ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ നമുക്ക് എന്താണ് ഫ്രിക്ഷന് കാരണമാകുന്നത് എന്തൊക്കെയാണ്, ആ ഒരു ഇറഗുലാരിറ്റീസ് ആണ്. ആ രണ്ട് സർഫേസുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇറഗുലാരിറ്റികൾക്കാണ് നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്, വേറൊരു കൂടെ ഒബ്ജക്റ്റ് ആകുമ്പോൾ ഈ ഇറഗുലാരിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ രണ്ട് സർഫേസിലും വരികയും അവിടെ നമുക്ക് ആ രണ്ട് ഇറഗുലാരിറ്റീസ് ആ രണ്ട് സർഫേസിൽ ഒബ്റ്റെയിൻ ആവുകയും അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫ്രിക്ഷൻ ഇൻക്രീസ് ആകുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പൊ കൂടുതൽ റഫ്നെസ്, അതുപോലെ തന്നെ കൂടുതൽ ഇറഗുലാരിറ്റീസ്, അതുപോലെ തന്നെ ചില മോർ സിഗ്നിഫിക്കന്റ് റീസൺസുകളൊക്കെ, ഇതൊക്കെ നമുക്ക് ഈ ഒരു ഫ്രിക്ഷന് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന കുറച്ച് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ ആൻഡ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ഓക്കെ, ജസ്റ്റ് ഒരു ഫ്രിക്ഷൻ എന്താന്നുള്ളത് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ദ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഫോർ എ പ്രിസം ഓഫ് അപെക്സ് ആംഗിൾ 60 ഡിഗ്രി. നമുക്ക് അപെക്സ് ആംഗിൾ തന്നിരിക്കുന്നത് 60 ഡിഗ്രി ആണ്. ആൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് √2. ഇപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് √2 തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ പ്രിസത്തിന്റെ അപെക്സ് ആംഗിൾ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ദ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. 30 ഡിഗ്രി ആണ് നമുക്ക് കിട്ടുന്ന ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. അപ്പൊ നമുക്ക്
എ ആണ് 60 ഡിഗ്രി തന്നിരിക്കുന്നത് അല്ലെ. ദെൻ മ്യൂ എന്നുള്ളതാണ് നമ്മൾ √2, അതായത് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ നമുക്ക് മ്യൂനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. മ്യൂ ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് എ പ്ലസ് ബി ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2. ഇതിൽ ഡി ആണ് നമുക്ക് വരുന്ന ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ √2 ആണ് മ്യൂ എന്ന് പറയുന്നത്. √2 is equal to sin of 60 plus d by 2 divided by sin 30, which is equal to sin 60 plus d by 2 divided by sin 30 എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ആണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വരും? 1/2 √2 is equal to sin of 60 plus d divided by 2 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ √2/2 അതിനെ ഞാൻ എന്ത് ചെയ്തു? √2/2 ആണ്. അപ്പോൾ ഞാൻ താഴെ 2 എന്നുള്ളതിനെ ഞാൻ √2 into √2 എടുത്തു. സോ എനിക്ക് മുകളിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഓരോ √2 ക്യാൻസൽ ചെയ്താൽ എനിക്ക് 1/√2 കിട്ടും. So 1/√2 is equal to sin 60 plus d by 2 ആണ്. അപ്പോൾ sin 45 എന്നുള്ള ആംഗിൾ ആണ് 1/√2. അപ്പോൾ ഈ ഒരു 1/√2 ന് പകരം എനിക്ക് sin 45 എന്ന് എഴുതാലോ അല്ലേ? അപ്പോൾ നമുക്ക് ആംഗിൾ ഈക്വൽ ആണ്. സോ 45 which is equal to 60 plus d by 2 ആണ്. ഈ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 90 വരും. 60 plus d is equal to 90. So d is equal to angle of deviation is equal to 30 degree എന്നുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A body is moving in a straight line under the influence of a source of constant power. Okay, ഒരു constant powerൽ ഒരു constant powerന്റെ സോഴ്സിൽ ഒരു ബോഡി എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഡിസ്പ്ലേസ്മെന്റുകൾ പറഞ്ഞിരിക്കുകയാണ് രണ്ട് ടൈമിൽ. t is equal to 0 അതുപോലെ തന്നെ t is equal to 10 സെക്കൻഡ്സിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റുകളാണ് 0ഉം 10ഉം റെസ്പെക്റ്റീവ്ലി. അപ്പൊ നമുക്ക് t is equal to 20 സെക്കൻഡ്സിൽ എത്രത്തോളം ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു രണ്ട് ടൈമുകളിലുള്ള രണ്ട് ഡിസ്പ്ലേസ്മെന്റുകൾ തന്നിട്ടുണ്ട്. വേറൊരു ടൈമിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ഡി 20√2 ആണ് നമുക്ക് കിട്ടുന്ന ആ ഒരു 20 സെക്കൻഡിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് കാൽക്കുലേഷൻ നോക്കാം. അപ്പൊ എസ് നമുക്ക് 0ൽ നിന്ന് 10 മീറ്ററിലേക്കാണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് 0 to 10 മീറ്റർ ആണ്. ടൈമും അതുപോലെ തന്നെ 0 to 10 സെക്കൻഡ് ആണ്. പവർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് പവർ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കൊരു ഇക്വേഷൻ അറിയാം, വിച്ച് ഈസ് ഡിസ്പ്ലേസ്മെന്റ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു t raised to 3/2 എന്നുള്ളൊരു ഇക്വേഷൻ നമുക്കുണ്ട്. അപ്പൊ ഇതിനെ ഞാൻ ജസ്റ്റ് ഒരു ഈക്വാലിറ്റി എടുക്കുകയാണെങ്കിൽ s1/s2 is equal to t1/t2 whole power 3/2 എന്ന് എടുത്തു. അപ്പൊ നമുക്ക് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ആ ഒരു t2 അല്ലെങ്കിൽ s is equal to t is equal to 20 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ s2 is equal to t2/t1 whole power 3/2. അപ്പൊ ഇത് റെസിപ്രോക്കലിലേക്ക് വരുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ടേംസ് വരുന്നത്. ഇൻറ്റു s1 വരുന്നുണ്ട്. അപ്പൊ t2 എത്രയാണ്? 20 സെക്കൻഡ്സ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. t1 എന്ന് പറയുന്നത് 10 സെക്കൻഡ്സ് ആണ്. ഹോൾ പവർ 3/2 ഇൻറ്റു 10. അപ്പൊ 20/10 എന്ന് പറയുന്നത് 2 ആണ്. 2 പവർ 3/2 എന്ന് പറയുന്നത് √2 ആണ്. അതായത് 2 പവർ 3 ഹോൾ പവർ 3. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2√2 എന്ന് എഴുതാം എനിക്ക് അല്ലെ. ഇൻറ്റു 10 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് വരുന്നത്? 20√2 ആണ് കിട്ടുന്നത്. അറ്റ് ടൈം ഇസ് ഈക്വൽ ടു t is equal to 20 സെക്കൻഡ്സ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. എ ഗ്ലാസ് capillary of radius 0.15 millimeter is dipped into a liquid of density and surface tension 1600 kg meter cube and 0.12 Newton meter. നമുക്ക് ലിക്വിഡിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, സർഫസ് ടെൻഷൻ തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്, ആ ഒരു capillary of radius തന്നിട്ടുണ്ട്. The liquid in the capillary rise at a height of 5 centimeter. അപ്പൊ ആ ഒരു കാപ്പിലറിയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കാപ്പിലറിയിൽ ഉണ്ടാവുന്ന ലിക്വിഡിന്റെ ഹൈറ്റ് എത്രത്തോളം ഇൻക്രീസ് ആയിട്ടെന്ന് 5 സെന്റിമീറ്ററോളാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു കോൺടാക്ട് ആംഗിൾ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ലിക്വിഡും ഗ്ലാസും തമ്മിൽ ഉണ്ടാവുന്ന ഒരു കോൺടാക്ട് ആംഗിൾ എത്രയാണോ അതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ജി നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഇ 60 ഡിഗ്രി ആണ് നമുക്ക് കിട്ടുന്ന ആ ഒരു കോൺടാക്ട് ആംഗിൾ. അപ്പൊ നോക്കൂ, ആദ്യം നമുക്ക് റേഡിയസ് ഓഫ് ദ ആർ നമുക്ക് തന്നിട്ടുണ്ട് 0.15 മില്ലിമീറ്റർ, സർഫസ് ടെൻഷൻ ടി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്, ജിയും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു അറിയുന്ന ഒരു ഇക്വേഷൻ H is equal to 2t cos theta by rho g r. ഓക്കെ, എന്താണ് H is equal to 2t cos theta by rho g r. H എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. ആ ഒരു കാപ്പിലറി റൈസിൽ എത്രത്തോളം ഹൈറ്റ് വന്നിട്ടുണ്ട്. T എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ആംഗിൾ ആണ്. ആ ഒരു തീറ്റ എന്ന് പറയുന്നത് ആ ഒരു കോൺടാക്ട് ആംഗിൾ ആണ്. Rho is the density, g is the acceleration due to gravity and r is the radius. ഇതിൽ നമുക്ക് എല്ലാ ടേംസും ഉണ്ട് എക്സെപ്റ്റ് ഏത്? cos theta. അപ്പോൾ cos theta കണ്ടുപിടിക്കാൻ എന്താണ്? cos theta is equal to h into rho gr by 2t എന്ന് വരും. അപ്പോൾ വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനല്ലേ ഉള്ളൂ. h rho gr സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് 1/2 ആണ്. അപ്പോൾ cos theta is equal to 0.5 അല്ലെങ്കിൽ 1/2 ആണെങ്കിൽ theta is equal to എത്ര വരും? cos inverse of 0.5 which is equal to 60 ഡിഗ്രി ആണ് നമുക്ക് ആ ഒരു ലിക്വിഡും ഗ്ലാസും തമ്മിൽ വരുന്ന ആ ഒരു കോൺടാക്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എ ഗൺ ഫയർസ്
n bullets per minute. ഒരു മിനിറ്റിൽ n bullets ആണ് ഒരു ഗൺ ഫയർ ചെയ്യുന്നത്. ഓരോ ബുള്ളറ്റിന്റെയും മാസ് നമുക്ക് 10 ഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ബുള്ളറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് 60 മീറ്റർ പെർ സെക്കൻഡ്സും തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പവർ, അതായത് ഗണ്ണ് ഡെലിവർ ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 9000 വാട്ട് ആണെങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് n, അതായത് എത്ര ബുള്ളറ്റ്സുകളാണ് ഫയർ ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ 300 ആണ് നമുക്ക് വരുന്ന നമ്പർ ഓഫ് ബുള്ളറ്റ്സ് എന്ന് പറയുന്നത്, 300. അപ്പൊ നോക്കൂ, നമുക്ക് എം മാസ് ഓഫ് ദ ബുള്ളറ്റ് തന്നിട്ടുണ്ട്, അതിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്, പവറും തന്നിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് n/60 ആണ്, അതായത് ഒരു സെക്കൻഡില് n/60 ആണ്. സോ n into half kinetic energy half mv²/60 is equal to p എന്നുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, ഈ ഒരു n ആണ്. So n is equal to 60 into p divided by 1/2 mv². അപ്പൊ 2 again multiplication വരും. അപ്പൊ p എന്ന് പറയുന്നത് 9000 into 60 into 2 divided by m എന്ന് പറയുന്നത് 10 ആണ്. So 10 into 10 to the power -3 into v എന്ന് പറയുന്നത് 600. അപ്പൊ 600 into 600. അപ്പൊ 0 0 ക്യാൻസൽ ചെയ്യും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് n എത്രയാണ്, നമ്പർ ഓഫ് ബുള്ളറ്റ്സ് എന്ന് പറയുന്നത് 300 ആണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ പ്രൊജക്ടൈൽ ഈസ് ത്രോൺ അറ്റ് ആൻ ആംഗിൾ 60 degree above the horizontal with kinetic energy 40 joule. അപ്പോൾ ഒരു പ്രൊജക്ടൈൽ ആംഗിൾ 60 ഡിഗ്രിയിൽ നമ്മൾ ആ ഒരു ഹൊറിസോണ്ടലിന് എബോവ് ആയിട്ട് നമ്മൾ ത്രോ ചെയ്യാണ്. അതിന്റെ കൈനറ്റിക് എനർജി 40 ജൂൾ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കൈനറ്റിക് എനർജി ഓഫ് ദ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് ഹയസ്റ്റ് പോയിന്റ് ആകുമ്പോൾ അതിന്റെ ട്രജക്ടറി എത്രത്തോളം, അല്ലെങ്കിൽ ആ ഒരു ട്രജക്ടറിയിൽ നമുക്ക് എത്രത്തോളമാണ് നമുക്ക് ആ ഒരു കൈനറ്റിക് എനർജി വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഹയസ്റ്റ് പോയിന്റിൽ വരുന്ന കൈനറ്റിക് എനർജി എത്രയാണ് ആ ഒരു ട്രജക്ടറിയിൽ തന്നെ ഹയസ്റ്റ് പോയിന്റ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 10 ജൂൾ ആണ് നമുക്ക് കിട്ടുന്ന ആ ഒരു കൈനറ്റിക് എനർജി. അപ്പൊ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നോക്കേണ്ടത്, ആദ്യം നമുക്ക് ജസ്റ്റ് ഒരു തിയറി പോലത്തെ ഒരു കാര്യം നമുക്ക് നോക്കാം. യു എന്നുള്ളത് ആ ഒരു പ്രൊജക്ടൈൽ ത്രോൺ ചെയ്യുമ്പോൾ വരുന്ന വെലോസിറ്റി ആയിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അറിയാൻ നമുക്ക് E is equal to 1/2 mu². അത് നമുക്ക് v² എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, പ്രശ്നമില്ല, യു അല്ലെങ്കിൽ വി. അപ്പൊ ഈ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് ആ ഒരു ടോപ്പ് ഓഫ് ഇറ്റ്സ് ട്രജക്ടറി ആണ്, അതായത് അതിന്റെ വെലോസിറ്റി മിനിമവും എന്താകും, ആ ഒരു പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് അതിന്റെ ടോപ്പ് ഓഫ് ഇറ്റ്സ് ട്രജക്ടറിയിലായിരിക്കും. അപ്പൊ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് ദ വെലോസിറ്റി മാത്രമേ നമുക്ക് ആ ഒരു ടോപ്പ് ഓഫ് ദ ട്രജക്ടറിയിൽ ഉണ്ടാകുള്ളൂ, അല്ലെ? അതായത് വി ടോപ്പ് എന്ന് പറയുന്നത് നമുക്ക് യു കോസ് തീറ്റ എന്നുള്ള ടേമിലായിരിക്കും നമുക്ക് വരുന്നത്. കാരണം തീറ്റ എന്ന് പറയുന്നത് ആ ഒരു ഹൊറിസോണ്ടലുമായിട്ട് വരുന്ന ഒരു പ്രൊജക്ഷൻ ആംഗിൾ ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ടോപ്പ് ഓഫ് ദ ട്രജക്ടറിയിൽ വരുന്ന കൈനറ്റിക് എനർജി എന്തായിരിക്കും, ഹാഫ് എം, യുവിന് പകരം യു കോസ് തീറ്റ വരും. അപ്പൊ യു കോസ് തീറ്റ സ്ക്വയർ ദാറ്റ് ഈസ് ഹാഫ്, അതായത് കൈനറ്റിക് എനർജി അറ്റ് ട്രജക്ടറി ടോപ്പ് ഓഫ് ദ ട്രജക്ടറി വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് എം യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്നുള്ളത് വരുന്നത്. കോസ് സ്ക്വയർ തീറ്റ എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന തീറ്റ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി, കൈനറ്റിക് എനർജി 40 ജൂൾ തന്നിട്ടുണ്ട്. സോ ഹാഫ് എം യു സ്ക്വയർ, അതല്ല ഹാഫ് എം യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 40 ഇൻറ്റു, അതായത് ഇത്രയും നമുക്ക് ഹാഫ് എം യു സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് 40 ആണ്, 40 ഇൻറ്റു കോസ് സ്ക്വയർ 60 ആണ്. അപ്പൊ കോസ് സ്ക്വയർ കോസ് 60 എന്ന് പറയുന്നത് നമുക്ക് 0.5, അതല്ല 1/2 ആണ്. സോ അപ്പൊ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ എത്ര വരും, 0.25 വരും. സോ 40 ഇൻറ്റു 0.25 വിച്ച് ഇസ് ഈക്വൽ ടു 10 ജൂൾ ആണ് കിട്ടുന്നത്. അപ്പൊ ആ ഒരു ടോപ്പ് ഓഫ് ദ ട്രജക്ടറിയിൽ വരുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എത്രയാണ്, 10 ജൂൾ ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എ ബില്ലിയാർഡ് ബോൾ B1 മൂവിംഗ് വിത്ത് എ വെലോസിറ്റി v collides with another billiard ball B2 at rest. B1 എന്നുള്ള ഒരു ബോള് വെലോസിറ്റി v യിൽ മൂവ് ചെയ്യുമ്പോൾ വേറൊരു ബോൾ B2 റെസ്റ്റിലുള്ള ഒരു ബോളിൽ പോയിട്ട് കൊളൈഡ് ചെയ്യാണ്. കൊളീഷന് ശേഷം B1 എന്ന് പറയുന്നത് അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രിയിൽ ഡിഫ്ലക്ഷൻ ആവുകയും ആ ഒരു രണ്ട് ബോളുകൾ തമ്മിലുണ്ടാകുന്ന ആ ഒരു വെലോസിറ്റികൾ തമ്മിലുണ്ടാകുന്ന ആ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ B2 ബോളിന്റെ കൊളീഷന് ശേഷം വരുന്ന സ്പീഡ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ലെ? സോ നമുക്ക് ആൻസർ √3v/2 ആണ് നമുക്ക് വരുന്ന ആ ഒരു B2 ബോളിന്റെ കൊളീഷന് ശേഷം വരുന്ന സ്പീഡ് എന്ന് പറയുന്നത്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ഹൊറിസോണ്ടലി എടുക്കുകയാണെങ്കിൽ mv is equal to mv1 cos θ1 plus mv2 cos θ എന്നുള്ള ഇക്വേഷൻ എടുക്കും. അപ്പൊ അതിൽ നമുക്ക് m രണ്ടോ m എല്ലാത്തിലും നമുക്ക് കോമൺ ആണ്. അത് ക്യാൻസൽ ചെയ്താൽ എനിക്ക് എന്ത് വരും, v is equal to v1 cos θ1 plus v2 cos θ ആണ്. അപ്പൊ നമുക്ക് v1 cos θ1 എന്ന് പറയുന്നത് 60 ഉം θ2 എന്ന് പറയുന്നത് 30 ആണ്. സോ അപ്പൊ cos 60 എന്ന് പറയുന്നത് 1/2, cos 30 എന്ന് പറയുന്നത് √3/2 ആണ്. അപ്പൊ എനിക്ക് ഒരു ഇക്വേഷൻ കിട്ടും, v is equal to v1/2 plus v2 √3/2 എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇത് ഹൊറിസോണ്ടലി. നെക്സ്റ്റ് നമുക്ക് വെർട്ടിക്കലി നോക്കുകയാണെങ്കിൽ
എം വി വൺ സൈൻ 60 is equal to എം വി ടു സൈൻ 30 ആണ് കിട്ടുന്നത് അല്ലെ. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എം എം ക്യാൻസൽ ചെയ്യും. സോ വി വൺ ബൈ വി ടു എടുത്തിട്ടുണ്ടെങ്കിൽ സൈൻ 30 ബൈ സൈൻ 60 ആണ്. സൈൻ 30 എന്ന് പറയുന്നത് 1/2 ഇൻറ്റു സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണ്. അപ്പൊ അത് നമുക്ക് 2/√3 കിട്ടും. സോ ഇവിടെ ഞാൻ ഈ 2 ക്യാൻസൽ ചെയ്താൽ എനിക്ക് കിട്ടുന്നത് 1/√3. അതായത് v1 which is equal to v2/√3 ആണ് അല്ലെ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? v2. സോ ആ ഇക്വേഷന് വേണ്ടിയിട്ട് ഞാൻ എന്റെ സെക്കൻഡ് ഇക്വേഷൻ ഞാൻ v1 ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ v is equal to v2/2√3 plus √3/2 into v2 ആണ്. സോ which is equal to v2 ഞാൻ രണ്ടിലും കോമൺ ആയിട്ട് എടുത്തെങ്കിൽ എനിക്ക് 1/2√3 plus √3/2 which is equal to 8/4√3. അപ്പൊ എനിക്ക് 2/√3 എന്ന് കിട്ടും അല്ലെ. അപ്പൊ v is equal to 2/√3 ആണ് into v2 ആണെങ്കിലോ √3/2 v വരും. സോ ഓപ്ഷൻ ഇ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. v2 ന്റെ ആ ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3/2 v ആണ് വരുന്നത്. ഓക്കെ, v2 എന്ന് പറഞ്ഞാൽ ബോളിന്റെ. അടുത്തൊരു ക്വസ്റ്റ്യൻ. 2 satellites A and B are moving around the earth in a circular radius of r and 2r. ഓക്കെ, എയും ബിയും അവരുടെ റേഡിയസ് നമുക്ക് ആറും 2r ആണെന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തൊരു കണ്ടീഷൻ നമുക്ക് അല്ലെങ്കിൽ ഒരു റിലേഷൻ തന്നിരിക്കുന്നത് ദ കൈനറ്റിക് എനർജി ഓഫ് ദ സാറ്റലൈറ്റ് എ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഓഫ് ദ സാറ്റലൈറ്റ് ബിനേക്കാൾ 2 ടൈംസ് ആണെന്നാണ്. ഓക്കെ, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എയുടെ 2 ടൈംസ് ആണ് ബിനെ കമ്പയർ ചെയ്യുമ്പോൾ. സോ അവരും തമ്മിലുള്ള മാസുകളുടെ റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് MA/MAB എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. 1:1 ആണ് നമുക്ക് രണ്ട് സാറ്റലൈറ്റ് തമ്മിലുള്ള മാസുകൾ തമ്മിലുള്ള റേഷ്യോ വരുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കൈനറ്റിക് എനർജിക്കുള്ള ഒരു ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ Gmm/2r ആണ്. അതായത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലും റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലുമാണ്. സോ മാസ് ഇസ് ഈക്വൽ ടു KE × R എന്ന് എഴുതി കൂടെ എനിക്ക്. ഓക്കെ, അപ്പൊ എമ്മിന് പകരം ഞാൻ MA/MB, എനിക്ക് റേഷ്യോ ആണ്, മാസുകൾ തമ്മിലുള്ള റേഷ്യോ ആണ്. സോ MA/MB is equal to KEA/KEB, അതായത് കൈനറ്റിക് എനർജി ഓഫ് ദ സാറ്റലൈറ്റ് A divided by കൈനറ്റിക് എനർജി ഓഫ് ദ സാറ്റലൈറ്റ് B into റേഡിയസ് ഓഫ് A by റേഡിയസ് ഓഫ് B ആണ്. കൈനറ്റിക് എനർജി നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട് അല്ലെ. എ എന്ന് പറയുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ബിയുടെ ട്വൈസ് ആണ്. അപ്പൊ 2 KEB എന്ന് എഴുതി കൂടെ എനിക്ക് അല്ലെ, ഇതിന്റെ ട്വൈസ് ആണ്. അപ്പൊ 2 KE/KEB. അതേപോലെ തന്നെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് r/2r ആണ്. അതായത് റേഡിയസ് ഓഫ് എ എന്ന് പറയുന്നത് ഇതിന്റെ ഹാഫ്, അതായത് 2 റേഡിയസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഈ പറയുന്ന സെക്കൻഡ് ഹാഫ് ആണ് ഈ റേഡിയസ്. അപ്പൊ r/2r വരും അല്ലെ. അപ്പൊ എനിക്ക് ഇവിടെ r ക്യാൻസൽ ആകും. നോക്കൂ, അതുപോലെ തന്നെ ഈ KEB ക്യാൻസൽ ആകും. അഗൈൻ ഈ 2 ക്യാൻസൽ ആകും. സോ എനിക്ക് 1:1 ആണ് വരുന്നത്. അപ്പൊ മാസുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എനിക്ക് 1:1 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. An object at rest suddenly exploded into 3 parts of equal masses. ഒരു ഒബ്ജക്റ്റ് ഈക്വൽ മാസ് ആയിട്ടുള്ള 3 പാർട്ടായിട്ട് പെട്ടെന്ന് തന്നെ പൊട്ടുകയാണ്. 2 of them move away at right angles to each other with equal speed of 10 m/s. രണ്ടെണ്ണം റൈറ്റ് ആംഗിളിൽ 10 m/s മൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എക്സ്പ്ലോഷന് ശേഷം തേർഡ് പാർട്ടിന്റെ സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഇ 10√2 m/s ആണ് നമുക്ക് വരുന്ന ആ ഒരു സ്പീഡ് തേർഡ് പാർട്ടിന്. അപ്പൊ നോക്കൂ, P1 + P2 + P3 is equal to 0 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിൽ നമുക്ക് P3 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ -P1 + P2 ആണ്. അപ്പൊ P3 ഞാൻ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ √P1² + P2² ആണ്. സോ നമുക്ക് P1, അതായത് P3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് മൊമെന്റം ആണ്. അപ്പൊ MV ആണ് അല്ലെ. mv3 is equal to mv1² + mv2² എന്ന് വരും. അപ്പൊ എനിക്ക് m എല്ലാത്തിനും കോമൺ ആയിട്ട് എടുത്തിട്ട് എനിക്ക് ക്യാൻസൽ ചെയ്താൽ v3 is equal to എന്ത് വരും? √V1² + V2². V1 ഉം V2 നമുക്ക് 10 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 10² + 10², അപ്പൊ 2 × 10² ആണ്. അപ്പൊ 10² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണ്. √100 എന്ന് പറയുന്നത് 10 ആണ്. സോ 10√2 വരും. അപ്പൊ v3 ക്ക് വരുന്നത് എത്രയാണ്? 10√2 m/s ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 2 identical solid spheres each of radius 10 cm are kept in contact if the moment of inertia of the system is about tangent passing through the point of contact is 0.14 kg/m². then mass of each sphere. രണ്ട് സോളിഡ് സ്ഫിയേഴ്സിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അവർ ആ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരുന്ന ആ ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ മാസുകൾ എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. രണ്ടും ഐഡന്റിക്കൽ ആണ്. സോ മാസ് സെയിം ആയിരിക്കും. ഓപ്ഷൻ എ 5 kg ആണ് കിട്ടുന്നത്. നോക്കൂ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു രണ്ട് ഐഡന്റിക്കൽ മാസ് ഉണ്ട്.
അവയ്ക്ക് തരുന്ന മാസ് m ആണെന്ന് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇതാണ് അവർ തമ്മിലുള്ള സെന്റർ പോയിന്റ് 10 സെന്റിമീറ്റർ ആൻഡ് 10 സെന്റിമീറ്റർ. സോ 12 എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ആണ്. ഓക്കെ, അപ്പൊ ITG is equal to എന്താണ് 0.14 എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ITG എന്ന് പറഞ്ഞാൽ എന്താണ് I1TG plus I2TG ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ നമുക്കറിയാം 7/mr² plus 75/mr², that is equal to 0.14 is equal to 14/mr², which is m ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? 5 kg ആണ് കിട്ടുന്നത്. ഓക്കെ, a NOR gate has two inputs I1 and I2 and one output terminal Y. Which of the following configuration truth table is incorrect for NOR gate? ഇപ്പോ NOR gateന്റെ truth table ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ഓപ്ഷൻ ബി എന്നുള്ള ഓപ്ഷൻ നമുക്ക് പോസിബിൾ അല്ല. I1 രണ്ട് ഇൻപുട്ടുകൾ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എനിക്ക് 0 ആയിട്ട് കിട്ടില്ല. അത് NOR gate നമുക്ക് റോങ് ഓപ്ഷൻ ആണ് അല്ലേ. അപ്പൊ NOR gate എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് any boolean functions without need to any other gate, ഏതൊരു ഗേറ്റും ഇല്ലാതെ നമുക്ക് ബൂളിയൻ ഫംഗ്ഷൻസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നാൻഡും നോറും എന്ന് പറയുന്നതാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ലോജിക് ഫംഗ്ഷൻസ് നാൻഡും നോറും യൂസ് ചെയ്തിട്ട് നമുക്ക് അതായത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഏതൊരു ലോജിക് ഫംഗ്ഷൻ വേണമെങ്കിലും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോർ ഗേറ്റ് നമുക്ക് എങ്ങനെ കിട്ടുന്നത്? നോട്ട് ഗേറ്റും അതായത് ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ടിന് നോട്ട് ഗേറ്റ് കൊടുത്താൽ അത് നോർ ഗേറ്റ് ആണ്. നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് അല്ലെ. ഇതാണ് നമുക്ക് വരുന്നത്. നോക്കൂ, ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഞാൻ നോട്ട് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്, അത് നോർ ഗേറ്റും. നാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ നോട്ട് കണക്ട് ചെയ്താൽ ദാറ്റ് ഈസ് നാൻഡും ആണ്. അപ്പൊ നോർ ഗേറ്റിന്റെ ഔട്ട്പുട്ടുകൾ ആ ട്രൂത്ത് ടേബിൾ എന്താണ്? രണ്ട് ഇൻപുട്ട് 0 ആണെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് അല്ല ഓരെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഷുഡ് ബി 0 ആണ് അല്ലെ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി എന്താണ്? രണ്ട് ഇൻപുട്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ടും 0 എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. സോ ദാറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് വരേണ്ടത്. രണ്ട് ഇൻപുട്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് ഷുഡ് ഹൈ ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The kinetic energy of a particle of mass m1 moving with a speed v same as the kinetic energy of the solid sphere m2 rolling on the plane surface. അപ്പോൾ ഒരു പാർട്ടിക്കിൾ m1 എന്ന് പറയുന്ന മാസ് m1 ഉള്ള ഒരു പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് v ആണ്. ആ ഒരു സെയിം കൈനറ്റിക് എനർജി എന്ന് പറയുന്നതാണ് നമ്മുടെ m2 മാസ് ഉള്ള ഒരു അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്ലെയിൻ സർഫേസിൽ റോൾ ചെയ്യാണ്. ഓക്കെ, ഇഫ് ദ സ്പീഡ് ഓഫ് ദ സെന്റർ ഓഫ് ദ സ്പിയർ എന്ന് പറയുന്നത് v ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള റേഷ്യോ, മാസുകൾ തമ്മിലുള്ള റേഷ്യോ എത്രയാണ് കിട്ടുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി 7/5 ആണ്. എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പൊ KEP is equal to half m1 v² ആണ്. സോ KES എന്താണ്? ഹാഫ് m2 v2, ഈ ഒരു 1 plus k2/r² വരും, k². അപ്പൊ KEP is equal to KES ആണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ ഞാൻ സോൾവ് ചെയ്യുക, രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യാണ് അല്ലെ. അപ്പൊ ഹാഫ് m² പോകും, അല്ല ഹാഫ് v² ആണ് പോകുക, m അല്ല കേട്ടോ. അതായത് ഹാഫും v² ക്യാൻസൽ ആകും. ഇതേപോലെ തന്നെ ഇവിടെ എനിക്ക് ഹാഫും v² ക്യാൻസൽ ആകും. അപ്പൊ m1/m2 എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് വരും? ഇവിടെ 5 + 2 7, അപ്പോൾ 7/5 വരും. സോ അവർ തമ്മിലുള്ള മാസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 7/5 ആണ് കിട്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് ബൈ മീൻസ് ഓഫ്. ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ബിക്കോസ് ബൈ മീൻസ് ഓഫ് സ്പേസ് വേവ് ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. എന്താണ് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നെങ്കിൽ ഒരു ക്ലിയർ ആൻഡ് അൺഒബ്സ്ട്രക്റ്റബിൾ വിഷ്വൽ പാത്ത് ആണ്. രണ്ട് ആന്റിനകൾ തമ്മിൽ ഒരു ക്ലിയർ ആൻഡ് പ്രത്യേകിച്ച് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ഒരു വിഷ്വൽ പാത്ത് ആണെങ്കിൽ നമുക്ക് അതിനെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയാം. ഓക്കെ, അതെന്ന് പറയുന്നത് ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇൻ റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഒരു ലൈൻ ഓഫ് സൈറ്റ് എന്ന് റെഫേഴ്സ് ചെയ്യുന്ന ഒരു ഡയറക്റ്റ് പാത്ത് ആണ്. ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്മിറ്റിംഗ് ആന്റിനയിൽ നിന്നും ഒരു റിസീവിംഗ് ആന്റിനയിലേക്ക് വരുന്ന ഒരു ഡയറക്റ്റ് പാത്തിനെയാണ് നമ്മളൊരു ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഒരു ലൈൻ ഓഫ് സൈറ്റ് ഉണ്ടെങ്കിൽ സിഗ്നൽസ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. ആ ഒരു ട്രാൻസ്മിറ്റിംഗ് ആന്റിനയിൽ നിന്നും ഒരു റിസീവിംഗ് ആന്റിനയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒബ്സ്ട്രക്ഷൻസോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡിസ്റ്റർബൻസോ, അതായത് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിൽഡിങ്ങുകൾ, ട്രീസ്, അങ്ങനെയുള്ള ഒബ്സ്ട്രക്ഷൻസ്, ഡിസ്റ്റർബൻസ് ഒന്നും തന്നെ ഇല്ലാതെ ഇൻപുട്ട് അതായത് സോഴ്സിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് റിസീവറിലേക്ക് ഇൻപുട്ട് സിഗ്നൽസ് അല്ലെങ്കിൽ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് അതിനെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിയൽ വേൾഡിൽ നമുക്ക് ഒരുപാട് ഇന്റർഫറൻസസ് വരും. അതായത് നമുക്ക് ട്രീസ്, ബിൽഡിങ്സ്, ഹിൽസ്, അതുപോലെ തന്നെ വേറെ കുറെ ഫിസിക്കൽ സ്ട്രക്ചേഴ്സ്, ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന റിയൽ വേൾഡിൽ ഈ ഒരു ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഒരു ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വരുന്നത് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? ഒരു ട്രാൻസ്മിറ്റർ ആന്റിന ഉണ്ടാകും, ഒരു ക്ലിയർ പാത്തും ഒരു റിസീവർ ആന്റിന ആയിരിക്കും.
ഇഫ് സപ്പോസ് ആ ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, അതല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റഡ് ആണെങ്കിൽ നമുക്ക് എന്ത് വരും, ട്രാൻസ്മിറ്റർ ആന്റിന ഉണ്ടാകും, അതിന് ബിറ്റ്വീൻ ആയിട്ട് ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാകും. എക്സാമ്പിൾ ബിൽഡിങ്ങുകളാകാം, ഫിസിക്കൽ വേറെ എന്തെങ്കിലും ഫിസിക്കൽ ആകാം, ട്രീസ് ആകാം, അങ്ങനെ പല കാര്യങ്ങളും ആകാം. അപ്പൊ റിസീവർ ആന്റിനയിലേക്ക് ആവും. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഒബ്സ്ട്രക്ഷൻ വരുന്നത് വഴി എന്താ വരുന്നത്, നമുക്ക് ലോസസ് ഒക്യൂർ ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. ട്രാൻസ്മിറ്റിംഗ് ആന്റിനയിൽ നിന്നും നമ്മൾ സെൻഡ് ചെയ്യുന്ന ആ ഒരു സിഗ്നല് ഈ പറയുന്ന ഒബ്സ്ട്രക്ഷൻസ് ബ്ലോക്ക് ചെയ്യുകയും നമുക്ക് സിഗ്നൽസുകൾക്ക് ലോസ്റ്റ് ആകാൻ അല്ലെങ്കിൽ സിഗ്നലുകൾ വീക്ക് ആകുന്നതിനും ചാൻസസ് ആകുന്നുണ്ട്. ഓക്കെ, അതാണ് നോൺ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പിക്ചറിയൽ റെപ്രസെന്റേഷൻ നോക്കൂ. ഇതാണ് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ പ്രത്യേകിച്ച് എനിക്ക് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. ഒരു ട്രാൻസ്മിറ്ററിൽ നിന്ന് ഞാൻ സെൻഡ് ചെയ്യുന്നു, അതെനിക്ക് കറക്റ്റ് ആയിട്ട് റിസീവിലേക്ക് ചെയ്യുന്നു, പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. എന്നാൽ ഇത് നോക്കൂ, ഇത് നോൺ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതാണ് എന്റെ ആന്റിന ട്രാൻസ്മിറ്റർ, ഇത് എന്റെ റിസീവർ ആന്റിന ആണ്. പക്ഷേ എനിക്കിപ്പോ ഇവിടുന്ന് ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഒബ്സ്ട്രക്ഷൻസ് ആണ് വരുന്നത് അല്ലെ. ഈ ഹിൽസുകളായിട്ടുണ്ടാകും, ഇതിന് ബിറ്റ്വീൻ ആയിട്ട് മരങ്ങള്, ബിൽഡിങ്ങുകൾ ഒക്കെ വരും. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് എന്താ വരുന്നത്, ലോസ് ഒക്യൂർ ആവുകയാണ് ചെയ്യുന്നത്. സിഗ്നലുകൾ നമുക്ക് വീക്ക് ആവുകയും ആ നമ്മൾ സെൻഡ് ചെയ്യുന്ന അത്രയും തന്നെ സിഗ്നൽ നമുക്ക് ഇവിടെ റിസീവ് ആയി എന്നുള്ളത്, നമുക്ക് അത്രയും ആ ഒരു സെൻഡ് ചെയ്ത അതേ ക്ലാരിറ്റിയോടെ നമുക്ക് സിഗ്നൽ അവിടെ റിസീവ് ആയി എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇതാണ് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷനും നോൺ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് 3 എന്ന് പറഞ്ഞിട്ടുള്ള PYQ സെറ്റിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.